1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 56 800800 എവിടത്? നിട്ടില്ലേ സാധാരണ അങ്ങനെ ഉണ്ടെന്ന് എവിടെയെങ്കിലും പഠിച്ചറിഞ്ഞിട്ട് പോകുന്നുണ്ട്. ശിവ പത്രം എനിക്കറിയാൻ പാടില്ല, അവിടെ വല്ലതും കാണും. ആഹാ എന്തെന്നല്ല ഉത്തരം. ഈ പത്രം വായിച്ചു കഴിഞ്ഞാൽ എവിടെയും കൊണ്ട് ഇടുന്ന പരിപാടി ഇടുന്നു. ഇന്നത്തെ തന്നെ പത്രം കിട്ടിയാട്ടോ. കിട്ടിയാ? അയ്യോ കിട്ടി കിട്ടി. യേശുവേ, ഓ കാക്കേ മലന്ന് പറക്കുന്നൊരു സംശയം. എന്താ കൂട്ടം നീ നന്നാൻ തീരുമാനിച്ച? കോമഡി ഏറ്റില്ല. വേറൊരു സംഭവം ഉണ്ട്. ലോട്ടറിയാ? ലോട്ടറി. ഈ ശീലൊക്കെ എപ്പോ തുടങ്ങി? ശീലമായിട്ടൊന്നും ഇല്ലടി. നമ്മുടെ ജംഗ്ഷനിൽ ഒരു പാവം പിടിച്ച ചേച്ചിയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ എടുത്താണ് ഇങ്ങോട്ട്. കോടീശ്വരനാവൂന്ന് ചിലപ്പം അല്ല കോടീശ്വരനാവൂല. ഫസ്റ്റ് പ്രൈസ് 75 ലക്ഷം. ലക്ഷപ്രഭു ആവൂന്ന്. അവിടെ ആവും. ഇപ്പൊ നീ നോക്കിയോ? യേശു നീ എല്ലാം എടുത്തേ. മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്, കിട്ടാൻ ചാൻസ് കുറവാട്ടോ. അടുത്തിരുന്ന് എങ്ങനെയാന്ന് ചൊറിയാതെ കഴിച്ച് പോടി. നോയിക്കോ നോയിക്കോ. കിട്ടില്ല അല്ലേ? 9907 9902 നമ്മുടെ നമ്പര്. ജസ്റ്റ് മിസ് 100 രൂപ പോയി. അയ്യോ ദാരിദ്ര്യം. ലോട്ടറി ഒന്നും അടിക്കില്ല. നിനക്ക് ലോട്ടറി ഒന്നും അടിക്കില്ല. അങ്ങനൊന്നുമില്ല. നമ്പർ കറക്റ്റ് തന്നെ. കറക്റ്റ് തന്നെ. നോക്കി വേണം. ചിലപ്പോ ഒന്ന് അപ്പുറം ഇപ്പുറം മാറിക്കിടക്കും. ഈവൻ അടിക്കാനൊന്നും പോണില്ല അപ്പൊ ചുമ്മാ. കൂട്ടം നിനക്ക് അതിനുള്ള ഭാഗ്യം ഇല്ലടാ. ഞാൻ പോണി. ഞാൻ ഇനി വിടുന്ന ശരിയാവില്ല. പറയട്ടെ അപ്പൂപ്പന്റെ ഭാഗ്യ പരീക്ഷണം ഇത് വല്ലതും അടിച്ചിട്ടുണ്ടോ നോക്കടാ. ഇതൊക്കെ എവിടെ നിന്ന് എടുത്താ പോവാ? ഇന്നലെ ബാറിൽ നിന്ന് ഇറങ്ങിയപ്പം അവിടെ ലോട്ടറി ടിക്കറ്റ് വെച്ചോണ്ടിരിക്കുന്നു. ഞാൻ ഒരെണ്ണം ചേർത്ത്. എവിടെ നിന്ന് ഇറങ്ങിയപ്പോ? അമ്പലത്തിൽ പോണ വഴിയിലല്ലേ ബാർ ഇരിക്കുന്നത്. അമ്പലത്തിൽ പോയിട്ട് പറഞ്ഞ വഴിക്ക് ബാറിന്റെ നടന്ന് ഒരെണ്ണം എടുത്തു. അമ്പലത്തിൽ പോണ വഴിക്ക് ഏത് ബാറപ്പൂപ്പ? തൊട്ടടുത്തില്ല, കൊറേ ദൂരം ഇല്ലേ. അത് അങ്ങോട്ട് പോണം. ഇങ്ങോട്ട് തിരിച്ച് വീട്ടിൽ വരാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ വിട്ടത്? അമ്പലത്തിൽ പോവാ, തിരിച്ച് വീട്ടിൽ വരിക. ഓ അമ്പലത്തിൽ അവിടുന്ന് തന്നെ എടുത്ത് അങ്ങനെ വന്ന് നോക്കടാ ഇത് വല്ലതും ഉണ്ടാന്ന്. അപ്പൊ ഞാൻ വായിച്ചു കൊടുക്കാം. 38 02 29. SO 38 02 29. SO 38 02 29. ഇല്ല, 100-ലില്ല. 02 500-ലും ഇല്ല. ആകെ ഇല്ലല്ലോ അപ്പൂപ്പ. 1000-ലും കാണാനില്ലല്ലോ. ഇനിയിപ്പോ തല കടന്ന് പിടിക്കണ്ട. ഫസ്റ്റ് സെക്കൻഡ് തേടി നോക്കാം. ഫസ്റ്റ് പ്രൈസ് നിങ്ങളെ ഒന്നുകൂടെ പറഞ്ഞോ. SO 38 02 02 29. എത്ര? ഒന്നുകൂടെ പറ. 29. 29. SO 38 02 29. എന്റെ പൊന്നപ്പൂപ്പോയ്. അടിച്ചപ്പൂപ്പ അടിച്ച്. അപ്പൂപ്പന് ഫസ്റ്റ് പ്രൈസ് അടിച്ച് 75 ലക്ഷം രൂപ. അടിച്ചേ
ഒരെണ്ണത്തിന് 5 പൈസ കൊടുക്കില്ല. അപ്പൂപ്പനെ ലോട്ടറി അടിച്ചേ 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 അടിച്ചേ. അപ്പൂപ്പ യേശേ ലോട്ടറി സന്തോഷത്തിന്റെ പുള്ളടിച്ചു പോയാ പോയാ പോടാ അവിടുന്ന് വിളിക്കടാ അപ്പൂപ്പ 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 എടാ പറയടാ പറ്റിച്ചതാന്ന് എനിക്ക് തങ്കമ്മയോട് നമ്മൾ സമാധാനം പറയണം അപ്പൂപ്പ അപ്പൂപ്പ ലോട്ടറി അടിച്ചില്ലേ അവൻ പറ്റിക്കാൻ പാക അപ്പൂപ്പ അപ്പൂപ്പ വന്ന് 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 ഇപ്പം പോവാം പൈസ വാങ്ങി. പൈസ പൈസ വാങ്ങിച്ചാ ഇപ്പം പോവാം. അയ്യോ ഇല്ല അപ്പൂപ്പ ലോട്ടറി അടിച്ചില്ല കേശു ചുമ്മാ തമാശ കാണിച്ചതാ പറ്റിക്കാൻ വേണ്ടിട്ട് ഈ ലോട്ടറി ഓ ഫസ്റ്റ് പ്രൈസ് അപ്പൂപ്പന് അടിച്ചിട്ടില്ല. അടിച്ചില്ലേ? ഇല്ല. അപ്പൊ നേരത്തെ അടിച്ചെന്ന് പറഞ്ഞതാ. അത് ഞങ്ങള് പറ്റിച്ചതാ. പറ്റിച്ചതാണ്. എങ്ങനെയാണോ പറ്റിക്കുന്നത്? പറ്റിപ്പോയതാ അപ്പൂപ്പ, സോറി. ചിലപ്പോ വേറെ വല്ലതും കാണും, നമുക്ക് നോക്കാം. ചിലപ്പോ കാണും അപ്പൂപ്പ. ഫസ്റ്റ് പ്രൈസ് പോയെങ്കിൽ എന്താ, സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് ഒക്കെ ഇല്ലേ? അപ്പൂപ്പ പ്രതീക്ഷ കൈവിടല്ലേ, കിട്ടും കിട്ടും. കേശു നേരെ പപ്പടാ നോക്കുന്നടി. ഒരു നിമിഷം കൊണ്ട് എന്തെല്ലാം ആഗ്രഹിച്ചു. അപ്പൂപ്പ അടിച്ചപ്പൂപ്പ, അടിച്ചപ്പൂപ്പ, അപ്പൂപ്പ സത്യമായിട്ട് അടിച്ചത്. പോടാ അവിടുന്ന്. പ്രായമുള്ള മനുഷ്യനാണ്, എന്തോന്ന് വെച്ചിട്ട് കളിയാക്കുക. എടി 5000 രൂപ അടിച്ചടി. അതാ നോക്കി നോക്ക്. വേണ്ട അപ്പൂപ്പ നോക്കുതേ, അടിച്ചതേ നോക്കപ്പൂപ്പ 5000 രൂപ അടിച്ച്. അടിച്ചല്ലേ? ഞാൻ വിചാരിച്ചാലേ. ഓ 100% 5000 രൂപ അടിച്ചിരിക്കും. അപ്പൂപ്പ സന്തോഷമായല്ലോ അല്ലേ? ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. ഇപ്പൊ പോണോ? കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഇരുന്നിട്ടൊക്കെ പോയിട്ട് ഇപ്പൊ 5000 രൂപ അടിച്ചില്ലായിരുന്നുണ്ടല്ലോ. ഞാൻ തീർന്ന ഐഡിയ വേണ്ട ശിവാടേ. എനിക്കിതിൽ ഒരു പങ്കും ഇല്ല. ഞാനും എടുക്കും ഓരോ ലോട്ടറി. അപ്പൂപ്പ എന്തോന്ന് എന്റെ മുണ്ട് കണ്ട്. മുണ്ടല്ലേ ഉടുത്തേക്കുന്ന അപ്പൂപ്പൻ? അല്ല, അപ്പൂപ്പൻ വെളിയിൽ കൊടുത്തോണ്ട് പോണ മുണ്ട്. അപ്പൂപ്പ അപ്പൂപ്പൻ കള്ളു കുടിച്ചാ? ഞാൻ കള്ളൊന്നും കുടിച്ചിട്ടില്ല. പിന്നെന്താ ഇത്ര വെപ്രാളം? വെപ്രാളൊക്കെ കാണുമല്ലോ അല്ലേ അപ്പൂപ്പ? നിങ്ങളെ പാറേ അപ്പൂപ്പൻ ലോട്ടറി അടിച്ചതാ. ലോട്ടറി അടിച്ചാ? ഓ അയ്യോ മക്കളെ, എടുത്ത പൈസ അടിച്ചത്ര തന്നെ. എടുത്ത പൈസയാ? അപ്പൊ 5000 രൂപയ്ക്കാണ് ലോട്ടറി എടുത്തത്. മക്കളെ 5000 രൂപ അടിച്ച്. എന്നാ പിന്നെ എനിക്ക് മുട്ടായി മേടിച്ചു തരാം അപ്പൂപ്പ. മക്കൾക്ക് മുട്ടായി മേടിച്ചു തരാം പോരെ? എന്നാ എനിക്ക് 2 ഡ്രസ് എടുത്തു തരണം. എനിക്ക് ഡ്രസ് കൊടുത്തേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ലൈറ്റ് ആയിട്ട് ഫുഡ് മേടിച്ചു തരണം. ലൈറ്റ് ആയിട്ട് ഫുഡ് വാങ്ങിച്ചു തരാടേ. അത് മതി. എടേ ഇതിന് കമ്മീഷൻ കൊടുക്കേണ്ടി വരുമോ? ഇല്ലല്ലോ. 5000 രൂപ കമ്മീഷൻ കൊടുക്കേണ്ടി വരുമോ? വേണ്ടല്ലോ. എനിക്ക് ഇന്നലെ അടിച്ചിട്ടില്ല, ആദ്യമായിട്ട് അടിക്കേ. പിന്നെ ആദ്യമായിട്ട് അടിക്കുന്ന ആളെ ഈയിടെ 25000 രൂപ അടിച്ചിട്ട് മുഖ്യ കഥ എന്നോട് പറയിപ്പിക്കില്ല കേട്ടോ. ചുമ്മാ കള്ളം പറയണ ഉടായ്പ തന്നെ. കമ്മീഷൻ ഒന്നും കൊടുക്കേണ്ട വരില്ലടാ, ചെറിയ ചെറിയ പൈസ അല്ലേ. അപ്പൊ കാണൂല. അപ്പൊ 5000 രൂപ തന്നെ കിട്ടിയല്ല. 5000 രൂപ കിട്ടി. മാറ്റി തരാം. എന്റെ മുണ്ട് കണ്ട? മുണ്ടൊക്കെ മുറിക്കാത്തിരിപ്പുണ്ട്. മുറിക്കത്തു. ഓ സന്തോഷം തന്നെ. അവക്കാ ലോട്ടറി അടിച്ചു പിന്നെ அம்மா அம்மா என்ன சிரிக்கிறீங்க? ഓ ഞാൻ പഴയ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചെന്നുള്ളേ ഉള്ളൂ. പഴയ കാര്യങ്ങളാ? என்ன കാര്യങ്ങൾ? ഓ ഓരോന്നൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങളില്ലേ ആലോചിക്കാൻ. എന്നാലും சொல்லுங்கம்மா. പണ്ടേ എൻ്റെ ചെറുപ്പത്തില് ഞാൻ കളരി പഠിക്കാൻ പോയിട്ടുണ്ട്. കളരിയാ? ഞാനേ 3-4 മാസം കളരി പഠിക്കാൻ പോയിട്ടുണ്ട്. 3-4 മാസം தானா? അതെന്നെ കംപ്ലീറ്റ് ചെയ്യാമ ഇരുന്നീങ്ക? വീട്ടുകാർക്ക് ഭയങ്കര പേടി, ഞാൻ വഴിതെറ്റി പോവൂന്ന്. പേടിയാ? വഴിതെറ്റി പോവുമാ? അതെന്നെ? അതെ, പണ്ടെന്നെ കാണാൻ ഇതുപോലൊന്നും ആയിരുന്നില്ല. ഭയങ്കര സുന്ദരിയായിരുന്നു.
ഞാൻ വെളിയിലോട്ടൊക്കെ പോകുമ്പോഴേ ചെറുപ്പക്കാർ ആമ്പിള്ളാരെന്നെ കമന്റ് അടിക്കുവോ എന്തെങ്കിലും കളിയാക്കുവോ വല്ലതും ചെയ്താലേ ഞാൻ അവരെ ഉപദ്രവിക്കാൻ ചെല്ലത്തില്ലേ. അങ്ങനെ വീട്ടുകാർക്ക് പേടിയായിരുന്നു. ஆஹா ஐயோ நீங்க கலரி எல்லாம் கத்துக்கிட்டு இப்படி எல்லாம் செய்யும் போது ரொம்ப அருமையா இருக்கும்மா. ഞാൻ അങ്ങനെയായിരുന്നു. 4 മാസം കൊണ്ട് ഞാൻ 4 വർഷത്തെ കളരി പഠിച്ചു. சூப்பர் அம்மா. എന്താണ് ഭവാനിയും കണക്കും കൂടെ പച്ചക്കറി അരിഞ്ഞ് തള്ളുവാണോ? അല്ല, ഞങ്ങൾ തള്ളുന്നില്ല, പുറത്തു പോയി കളരി അഭ്യസിക്കാം. അതെന്ത് കൗണ്ടറാണത്? അതൊരു മാച്ചിലല്ല. சிவா அம்மா வந்து சின்ன குழந்தையா இருக்கும்போது கலரி எல்லாம் கத்துருக்காங்களாம். அது வந்து இந்த 3 மாசம் தான் அம்மா கலரி எல்லாம் படிக்க போயிருக்காங்க. வீட்டுக்காரெல்லாம் அனுப்பலையாம். ஆனா இந்த 3 மாசத்துல 4 வருஷம் என்ன படிக்கணுமோ അതെല്ലാമേ പഠിച്ചിരിക്കാங்க. 3 മാസം കൊണ്ട് 4 വർഷത്തിൽ പഠിക്കേണ്ടതെല്ലാം അമ്മ പഠിച്ചല്ലേ? അമ്മമ്മ ഒരാവേശത്തിന് അങ്ങ് തള്ളിയതാ. നീ അതേ പിടിച്ച് കയറല്ലേ. 3 മാസം വിട്ടത് കാര്യമായി പോയി. ഇല്ലെങ്കിൽ വീട് തള്ളി കുറച്ചിട്ടേനെ ഇപ്പൊ. അപ്പൊ അതുകൊണ്ടാണ് കണ്ടവരുടെയൊക്കെ വെക്കിട്ട് കയറുന്നല്ലേ വളരെ ഭവാനി. നീ എന്തോ നിനക്കെന്തോ ലച്ചുവിന്റെ പ്രേതം കേറിയോ? അല്ല, നീ കിട്ടുന്ന അവസരത്തിലൊക്കെ എന്നെ ട്രോളുന്നുണ്ട് ഇപ്പം. നിങ്ങൾ ഇവിടെ കളറിത്തല്ലോ കുമ്പുത്തള്ളോ എന്ത് വേണമെങ്കിലും അയക്കോ. അറിഞ്ഞാ വല്ലതും എന്തുവാ? അപ്പൊ ലോട്ടറി അടിച്ചോ? ലോട്ടറിയോ? ഫസ്റ്റ് പ്രൈസാ? ആണോ? ഓ തന്നെ. ശങ്കര, ശങ്കര എങ്ങോട്ടാ? അല്ല ശങ്കരനെ കാണാൻ. എന്തിന്? അവന് 1ാം സമ്മാനം അടിച്ചില്ലേ? എന്റെ അമ്മൂമ്മ, ഞാൻ വെറുതെ പറഞ്ഞാണ്. 1ാം സമ്മാനം അടിച്ചിട്ടില്ല, പക്ഷെ 5000 രൂപ അടിച്ചിട്ടുണ്ട്. 5000 രൂപയുള്ളായിരുന്നു. என்னம்மா அது 5000 ரூபாய் உள்ளല്ലോ. அம்மா 5000 பெரிய அமௌண்ட் தான். ரொம்ப பாக்கியம் தானே அது. ഭാഗ്യമൊക്കെ തന്നെ. ഇതൊരു വല്ലാത്ത ഭാഗ്യമാണ്. ഞാനും കേശു കൂടെ നേരത്തെ ലോട്ടറിയുടെ ഫലം നോക്കുമായിരുന്നു. അപ്പൊ ഇന്നലെ അമ്പലത്തിലേക്ക് പോണ വഴിക്ക് കണ്ട ബാറിന്റെ ഫ്രണ്ടിൽ നേരത്തെ ലോട്ടറി ടിക്കറ്റ് കൊണ്ടുപോയി അടിച്ചു. ആദ്യം ഞങ്ങൾ ചുമ്മാ ഒന്ന് പ്രാങ്ക് ആക്കി പൈസ കടിച്ചെന്ന് പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ വിഷമമായി. പിന്നെ നോക്കിയപ്പോഴാ ശരിക്കും അടിച്ചിട്ടുണ്ട് 5000 രൂപ. അവൻ 1ാം സമ്മാനം അടിക്കാഞ്ഞ ഭാഗ്യമായി. എന്തോ ഇങ്ങനെ പറയണേ? അതല്ല കൊച്ചേ, അവൻ വീടിന്റെ മുറ്റത്തൊരു ബാറ് തുടങ്ങിയനെ. ആ പറഞ്ഞ കറക്റ്റ് ആട്ടോ. അപ്പൂപ്പൻ എങ്ങാനും 1ാം സമ്മാനം അടിച്ചിരുന്നെങ്കിൽ വീടിന്റെ ഫ്രണ്ടില് വലിയൊരു കിണർ കുത്തിയിട്ട് അതിൽ ഫുള്ള് മദ്യം നിറച്ചേനെ. എന്നിട്ട് എല്ലാ ദിവസവും അതിന്റെ കരയിലിരുന്നിട്ട് കപ്പിയോണ്ട് ഇങ്ങനെ കോരി 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 മദ്യം കുടിച്ചേനെ. അതിനുള്ള ക്ഷമയൊന്നും അവനില്ല. അവനെ നേരെ ആ കടലിലോട്ട് അങ്ങ് ചാടും, എന്നിട്ട് അവിടെ ഇരുന്ന് കുടിക്കും. കഷ്ടം തന്നെ. എന്നിട്ട് അവനെവിടെ? ജംഗ്ഷനിൽ പോയിട്ട് ലോട്ടറി മാറാനുള്ള സന്തോഷത്തിനെ എന്റെ മുണ്ട എവിടെ, ജുബ്ബ എവിടെ, അതെവിടെ, ഇതെവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് കിളി മാറി നടക്കണുണ്ട്. അയ്യോ, നീ ഇന്നൊരു കാര്യം ചെയ്യ്, കേശുവിനെയും കൂടെ അവന്റെ കൂടെ പറഞ്ഞു വിട്. എന്തിന്? അപ്പം പോയിട്ട് വരട്ടെ. എന്റെ കൊച്ചെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ ആ കിട്ടിയ കാശ് മൊത്തം ബാറി കൊടുത്ത് കള്ളു കുടിച്ചിട്ട് അവൻ അവിടെ കിടക്കും. അയ്യോ, നാട് വിട്ടുപോയി. സുന്ദര കുട്ടപ്പനായല്ലോ അപ്പൊ പോയി. നേരെ ഈ ഭാഗ്യം കൊണ്ട് അങ്ങ് പോവോ അതോ തിരിച്ചു വരുവോ? ഞാൻ ഇവിടെ വരും. അത് മതി, 5000 രൂപയുടെ മുങ്ങിക്കളയല്ലേ. അപ്പൂപ്പ പോയിട്ട് വരുമ്പോ എനിക്ക് മിഠായി കൊണ്ടുവരണേ. ഇതായി മാറ്റിക്കൊണ്ട് വരും മക്കളെ. അപ്പൊ പോയി പോയിട്ട് വാപ്പ. അപ്പൊ അവനും കൂടെ വരും. ആര്? കേശു. എന്തിനി? നീ വരണ്ട, ഞാൻ പോയി മാറ്റും. അല്ലെങ്കിൽ ആരും ഞാനൊന്നും പറഞ്ഞില്ല. അപ്പവും പോയിട്ട് വരും. കേശു കൂടെ വരും. എന്തിനാടി അപ്പവും പോയിട്ട് വരണ്ടേ? അപ്പൊ ലോട്ടറിക്കാരൻ അപ്പൂപ്പനെ പറ്റിച്ചാലോ? അങ്ങനെ അവൻ പറ്റിക്കോ? കൊള്ളാല്ലേ? അതെ, അപ്പൂപ്പനെ പറ്റിക്കാനുള്ള ലോട്ടറിക്കാരൻ ജനിക്കണോ ഇനി? എന്താടി എനക്ക്? ഇപ്പൊ അപ്പൂപ്പൻ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാ 5000 രൂപയ്ക്ക് കള്ളു കുടിച്ചിട്ട് അപ്പവും വീട്ടിൽ വരത്തുള്ളൂ. 4 കാലായിരിക്കും വീട്ടിൽ വരുന്നത്. ചിലപ്പോ വീട്ടിലേ വരത്തില്ല. 4 ദിവസം ബാറിൽ തന്നെ കിടക്കും. അത് വേണോ? പറ. അപ്പൂപ്പാ, ചെഞ്ചിരി പൊഞ്ഞ് മുച്ചു അവിടെ ഒരു ഒറ്റയ്ക്ക് കിടക്കണേ. ഞാനിവിടെ വരാം. ഈ വരണ്ട, അപ്പൊ ഒറ്റയ്ക്ക് പോയി മാറ്റോണ്ട് വരാം. വാങ്ങിച്ചോണ്ട് വരും. അതാണ് പ്രശ്നം. ഞാനും കൂടെ വരും. ഒരുമിച്ച് നമ്മള് പോവും. നമ്മൾ ഒരുമിച്ച് എന്തിനു വേണം? ഞാൻ ടിക്കറ്റിനെ കൊണ്ടുകൊടുക്കും, പൈസ മാറ്റി നേരെ അഞ്ഞു പോരും. നേരെ വരും, അതാണ് പ്രശ്നമേ. ഇവനും കൂടെ വരും. നേരെ ഇവനും കൂടെ വരും. അതെന്ത്? ഞാൻ പോയി മാറ്റോണ്ട് വരുമല്ലേ? നടക്കൂല കേട്ടോ. അപ്പൂപ്പൻ എങ്ങാനും ഈ ടിക്കറ്റ് കൊണ്ട് പോയി കഴിഞ്ഞാ തല്ലും കൊണ്ട് വരേണ്ടി വരും.
അതെന്തിന് എന്നെ തല്ലണത്? അടിച്ച അപ്പൂപ്പൻ തല ഉണ്ടാക്കില്ലേ ചെയ്യണേ? അപ്പൂപ്പ ഇവൻ അപ്പൂപ്പനെ പറ്റിച്ചില്ലേ? ഓ രണ്ടാമതും പറ്റിച്ചില്ലേ? രണ്ടാമത് അപ്പൂപ്പൻ അടിച്ചെന്ന് പറഞ്ഞില്ലേ? ഓ അത് വെറുതെ ആയിരുന്നു. അല്ലേ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി കേശു പറഞ്ഞതല്ലേ? അല്ലേ കേശു? പ്രാങ്ക് 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 പ്രാങ്ക്. അപ്പൂപ്പൻ 5000 രൂപ അടിച്ചില്ലെന്ന് ചുമ്മാ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ ലോട്ടറി ടിക്കറ്റ് ഇവിടെ ഇവിടെ. ടിക്കറ്റ് എന്റെ കള്ളത്തരം പറഞ്ഞിട്ടും മതി. അയ്യോ സത്യമായിട്ട് നമ്മൾ എന്തിനാ കള്ളത്തരം പറയുന്നത്? കേശുവേ നമ്മൾ കള്ളത്തരം പറയുന്നത്? അയ്യോ ഇല്ല, ഞങ്ങൾ അപ്പൂപ്പനെ ചുമ്മാ ഒന്ന് ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ച് അപ്പൂപ്പനെ പ്രാങ്ക് കാണിച്ചല്ലേ. ടിക്കറ്റ് ഇങ്ങടെ അപ്പൂപ്പ, ടിക്കറ്റ് അവിടെ. ഓഹോ അപ്പൂപ്പന്റെ സംശയം നമ്മൾ ഇപ്പൊ മാറ്റിത്തരാം. കേശുവേ നീ പോയിട്ട് ആ പത്രം എടുത്തിട്ട് വന്നേ, നമുക്ക് ചെക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ തെറ്റാണ്. കാണിച്ചു കൊടുക്കാല്ലോ. അവനിപ്പോ ടിക്കറ്റ് കൊണ്ടുപോയിട്ടുണ്ട്, ഇപ്പൊ പത്രം കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ അപ്പൂപ്പന് കാണിച്ചു തരും ഇത് രണ്ടും മാച്ച് ആവുന്നില്ല, അപ്പൂപ്പനെ ലോട്ടറി അടിച്ചിട്ടില്ല. അടിച്ചെന്ന് അവനല്ലേ പറഞ്ഞേ? അത് അവൻ അപ്പൂപ്പനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാ. അപ്പൂപ്പന്റെ ലോട്ടറി ടിക്കറ്റ്. അതെ ഇത് ലോട്ടറി ഫലം. വായിച്ചു കൊടുക്കട്ടെ, വായിച്ചു കൊടുക്കും. നോക്കിയേ നോക്കിയേ നോക്ക്. വേലകളെ കൈ വെച്ചേക്ക് കേട്ടാ. രണ്ടിനും അവിടെ ഒന്ന് കുസൂചിക്കണേ ഞാൻ കേട്ട്. എടാ ഈ ടിക്കറ്റ് അടിച്ചു മാറ്റി ഈ പൈസ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയല്ലേ? നടക്കൂല മക്കളെ, നടക്കൂല. എനിക്കറിയാം, തന്നെത്താനെ പോയി ഞാൻ മറിക്കണം. ചോക്ലേറ്റ് വാങ്ങിക്കാൻ മറക്കല്ലേ. വാങ്ങിക്കൊണ്ട് വരാൻ മക്കളാ. അപ്പൂപ്പ നാശത്തിലോട്ടാണ് അപ്പൂപ്പന്റെ പോക്ക്. ശങ്കരൻ എന്തി ഇപ്പങ്ങ് പോയുള്ളൂ. കൊച്ചേ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അവൻ ഇവിടെ അല്ലെന്ന്. എന്റെ അമ്മൂമ്മ എനിക്ക് പറയാനല്ലേ പറ്റത്തുള്ളൂ. അപ്പൂപ്പൻ എന്തേതായാലും പോകുന്നു പറഞ്ഞ പോയിട്ടുണ്ട്. ஐயோ அப்படின்னா மாமா இன்னைக்கு சரக்கு அடிச்சிட்டு தான் வருவாரு. സറക്ക് അടിക്കും, അടിച്ചിട്ട് വരട്ടെ. ഓ അപ്പൂപ്പ എനിക്ക് ലോട്ടറി അടിച്ചെന്നും പറഞ്ഞ് എന്നെ പറ്റിച്ചല്ലേ. എടാ ഈ ടിക്കറ്റും കൊണ്ട് അവിടെ ചെന്നപ്പോഴേ അവര് നോക്കിയിട്ട് എന്നെ തല്ലില്ലാന്നുള്ളതേ ഉള്ളൂ. ഞാനൊരു ഫ്ലോയിലങ്ങ് പറഞ്ഞല്ലേ, ഞാൻ അവസാനം പറഞ്ഞല്ലേ ലോട്ടറി അടിച്ചില്ലെന്ന്. ചപ്പൂപ്പ ഇറങ്ങി പോയതല്ലേ. ഇറങ്ങി പോയെന്ന് നീ എടാ പറഞ്ഞ എനിക്ക് ലോട്ടറി അടിച്ചെന്ന്. അപ്പപ്പ ലോട്ടറിക്ക് മാറി കാശൊക്കെ കിട്ടിയാ? കാശ് കിട്ടില്ല, പക്ഷെ കടക്കാരന്റെ വേഷ കിട്ടി. അടിപ്പൊളേ. അപ്പൂപ്പ മിഠായി. അയ്യോ, ഞാൻ നിനക്ക് എന്തൊരു ലോചനം ചെയ്തടാ. എന്താണ് ശങ്കര, ലോട്ടറി ഒക്കെ മാറിയോ? ഭവാനി, ഇവ എന്നെ പറ്റിക്കായിരുന്നു ലോട്ടറി അടിച്ചെന്നും പറഞ്ഞുണ്ട്. ഇവനെ ഇറങ്ങി പോയിട്ട് എന്നെ കുറ്റം പറയണം. അത് പോട്ടെ വിട്ടുകളാ. നമുക്ക് അകത്തോട്ട് പോവാം. ഞാൻ പോവാൻ പോണു. അപ്പൂപ്പ പോവല്ലേ. അപ്പൂപ്പന് ഒരു ലോട്ടറിയും കൂടെ എടുക്ക്, അതാ ചെലപ്പോ അടിച്ചാലോ. ഓ ഒരെണ്ണം എടുത്തതിന് എനിക്ക് ബാച്ചാ കിട്ടി, അടുത്തതും കൂടെ എടുത്ത് കൊടുത്തിട്ടാ മതി. അപ്പൂപ്പ അമ്മ അടിച്ചൊന്നുമില്ലല്ലോ. ഞാൻ എന്തെന്നറിയാം. ഓ ഓടുന്നു. ഞാൻ ലോട്ടറി മാറാൻ പോയപ്പം ആ ബാറിൽ കയറി ഞാൻ ഒരു ഫുള്ള് കുക്ക് ചെയ്തിട്ടാണ് പോയത്. ഞാൻ ചമ്മിലാണ് അവിടെ. അപ്പാടിയേ, ഞാൻ അവിടെ നിൽക്കില്ല, ഞാൻ പോവാ. ശങ്കര അത് പോട്ടെ, നീ കേറി വാ. ഞാൻ പറഞ്ഞില്ല ഞാൻ പോണെന്നായിരുന്നാണ്. மாமா சொல்றத கேளுங்க, போகாதீங்க. ഞാൻ പോണ്, ഞാൻ അവിടെ നിൽക്കില്ല. അപ്പൂപ്പ ഉറപ്പിച്ച പോവാണോ? ഓ പിന്നെ പോവാതെ. എന്നാ ഒരു കാര്യം ചെയ്യ, ഇവിടെ നില്ലേ ഇല്ലേ. ശിവ ഇവ സാധനം എടുത്തോണ്ടോ? പോടുന്നു അതൊന്നുമല്ല. അപ്പൂപ്പ അപ്പൂപ്പിന് നമ്മൾ ഓണത്തിനൊന്നും മേടിച്ച് തന്നില്ലല്ലോ. അത് തന്നെ ഈ കൈ പൊട്ടിയ ഞാൻ കടിക്കും, ഞാൻ പിടിച്ച് നോക്കിക്കോ. ഓണത്തിനത് മാത്രം മേടിച്ചേർത്തുള്ളൂ. ശിവ ഉപ്പ ശിവ പിടി. അപ്പു പോയി വേണ്ട അപ്പൂപ്പിനുള്ള ഓണക്കോടി. എനിക്കാണ്. എടാ വാങ്ങിക്ക് ശങ്കര, നിന്റെ കാശ് കൊണ്ട് തന്നെ മേടിച്ചതാ, അത്രയെങ്കിലും ആവുമല്ലോ. എന്റെ പൈസ ഓ അപ്പൂപ്പിന് ലോട്ടറി അടിച്ച കാശ് കൊണ്ട് മേടിച്ചതല്ലേ. എനിക്ക് ലോട്ടറി അടിച്ചില്ലല്ലേ. അയ്യോ അപ്പൂപ്പിനെ ലോട്ടറി അടിച്ച്, പക്ഷെ അപ്പൂപ്പിന് അടിച്ച ലോട്ടറി ഞാൻ നൈസിലിങ് അടിച്ച്. എന്നിട്ട് എനിക്ക് അടിക്കാത്ത ലോട്ടറിയാണ് ഞാൻ അപ്പൂപ്പിന്റെ തലയ്ക്ക് വെച്ച് അടിച്ചിട്ട് പറഞ്ഞു വിട്ടത്. എടാ മഹാഭാവി,
ബാക്കി പൈസ ഏത് പൈസ? ബാക്കി ഇത് വായിച്ചതിന്റെ ബാക്കി പൈസ അയ്യോ പൈസ പോയി. ഇവിടെ പോയി. ആ പൈസ കൊണ്ടാണ് നിനക്ക് മുണ്ടും ചുബയും വാങ്ങിയത്. ഓ ആ അത് പോയിട്ട് ബാക്കിയാണ്. ബാക്കി പാറുവിന് ചോക്ലേറ്റ് മേടിച്ചു. ആ അതും പോയിട്ട് ബാക്കിയാണ്. ആ അത് തങ്കത്തിന് അയച്ചു കൊടുത്തു. ഏ? ആ തങ്കത്തിന് അയച്ചു കൊടുത്തു. മഹാഭാവി, ഒരു ഉപയോഗമില്ലാതെ നീ ആ പൈസ മൊത്തം നട്ടിപ്പിച്ചു. നിന്റെ കൈ കിട്ടിയാലേ നീ ആ പൈസ മുഴുക്ക കൊണ്ടുവന്ന് ബാറി കൊടുക്കും. അതുകൊണ്ടാ കേശു കൊണ്ടുപോയി മാറിയത്. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് എന്നെ തേച്ചതാണ്. Of course.